എടാ ഇവിടുന്ന് വണ്ടി എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ? കുറച്ചാൾ കഴിയുമ്പോൾ എന്റെ ക്ലച്ചിനോ ഗിയറിനോ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? അതുപോലെ നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി എവിടെ കൊടുക്കും? എന്റെ പൊന്നെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആക്ച്വലി കാർ 24 നമ്മളൊരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ നിനക്ക് ഇവിടെ തിരിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ പോലും കുറയാണ്ട് ഫുൾ റീഫണ്ട് കിട്ടും. പിന്നെ ക്ലച്ചിനെ ഗിയറിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വേറെ ഒന്നുമല്ല, 140 കൂടുതൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് വണ്ടി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇവരിവിടെ സെയിലിനിടുള്ളൂ. അതുപോലെ വണ്ടി ഇറക്കിയിട്ട് 30 ദിവസത്തേക്ക് ഇവിടുത്തെ വാറണ്ടി നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ 2 ഇയേഴ്സിലേക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ വണ്ടി എവിടെ കൊണ്ട് കൊടുക്കും എന്നുള്ളതിൽ ആകെയുള്ള കൺഫ്യൂഷൻ. ആക്ച്വലി ഇവിടുന്ന് ഒരു ബൈബാക്ക് പോളിസിയും കൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് നിനക്ക് വണ്ടി ഏതൊരു കണ്ടീഷനിൽ ഇവിടെ തിരിച്ചുകൊണ്ട് കൊടുത്താലും ആ ഒരു വണ്ടി എടുക്കുകയും മിനിമം 60% റീസെയിൽ വാല്യൂ നിനക്ക് തരികയും ചെയ്യും. കാർ 24ന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രോപ്പർ ആയിട്ട് ബൈ ഓപ്ഷനും സെൽ ഓപ്ഷനും ഒക്കെ കാണിക്കും. നമുക്ക് അതിനകത്ത് ബൈ ഓപ്ഷനിലോട്ട് കയറി നോക്കാം. ഇവിടെ നമ്മൾ വ്യൂ ഓൾ കാർസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ഏതൊക്കെ കാർ അവൈലബിൾ ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ നോക്കുന്ന കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എത്രാമത്തെ ഓണറാണ്, പെട്രോളാണോ ഡീസലാണോ. അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആപ്ലിക്കേഷനിൽ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമാണ് നമ്മുടെ കാർ 24. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കാക്കനാടാണ്.